प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, പേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മേരിക്കുട്ടി ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ പുതിയ ഹിന്ദി പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 ഇക്കായി ഏക് 10 എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠമായ പേട് എന്ന കവിതയാണ് വിശദീകരിച്ച് നൽകുന്നത്. കവിത എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ല എന്ന് പറയുന്ന കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു പറയാം. सुशील शुक्ला का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. आप बाल साहित्य के क्षेत्र में लगभग 2.5 दशकों से काम कर रहे हैं. आप प्लूटो और साइकिल बाल पत्रिकाओं के संपादक भी हैं. आप जगमग बाल पत्रिका के संपादक रहे थे. ये सारे उजाला, सूरज का, टिफिन दोस्त, फेरी वाले साहिद आपकी 12 बाल पुस्तकों का प्रकाशन एकलव्य प्रकाशन ने किया. 2024 के हरिकृष्ण देवसरे बाल साहित्य पुरस्कार से वे सम्मानित है. सुशील शुक्ल का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. സുശീൽ ശുക്ല ജനിച്ചത് 1974 മാർച്ച് 25-ാം തീയതി മധ്യപ്രദേശിലെ ഹോശംഗാബാദിലാണ്. आप बाल साहित्य के क्षेत्र में लगभग 2.5 दशकों से काम कर रहे हैं. അദ്ദേഹം ഏതാണ്ട് 2.5 പതിറ്റാണ്ട് ആയിട്ട് ബാലസാഹിത്യ മണ്ഡലത്തിലാണ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാലസാഹിത്യ കൃതികളാണ് കൂടുതലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. आप प्लूटो और साइकिल बाल पत्रिकाओं के संपादक भी है. പ്ലൂട്ടോ സൈക്കിൾ എന്ന് പറയുന്ന ബാലമാസികകളുടെ എഡിറ്ററാണ് അദ്ദേഹം. ആ ചക്മക് ബാൽ പത്രികയ്ക്ക് സമ്പാദക രഹേ थे. മുൻപ് അദ്ദേഹം ചക്മക് എന്ന് പറയുന്ന ബാലമാസികയുടെ എഡിറ്റർ ആയിരുന്നു. ഈ സാരെ ഉജാല സൂരജിക്ക, ടിഫിൻ ദോസ്ത്, ഫേരിവാലെ ഈ 3 കൃതികൾ ഉൾപ്പെടെ ആപ്കി 12 ബാലപുസ്തകം പ്രകാശൻ, ഇത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ 12 ബാലപുസ്തകങ്ങളുടെ പ്രകാശനം നടത്തിയത് ഏകലവ്യ പ്രകാശനേക്കാണ്. ഏകലവ്യ പ്രകാശൻ എന്ന് പറയുന്ന പബ്ലിഷേഴ്സ് ആണ്. 2024 के हरिकृष्ण देवसरे बाल साहित्य पुरस्कार से वे सम्मानित है. 2024 ഹരികൃഷ്ണ ദേവസരെ ബാലസാഹിത്യ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് നമുക്ക് വരാം. കവിതയുടെ പേര് പേഡ്. ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് വായിക്കാം, അതിന്റെ ആശയങ്ങൾ പറയാം. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले खोमसले, कितनी सिली हवाएं, धूप सिली तो बिखर गई, कदरन कदरन छायाएं. पेड़ तुम पेड़ नहीं तुम दर्जी, मिट्टी सिलकर रंग बनाए, पानी सिल आकाश, मिट्टी रंग हवा पानी को जोड़ा दिया तराश. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले किनारे, कितनी सिली जमीने, रंग महक की हुई सिलाई, फूल सिले पश्मीने. पेड़ तुम पेड़ नहीं तुम दर्जी, आम में आम के स्वाद सिले है, जामुन में जामुन के, बाग में बाग के स्वाद सिले है, वन के पेड़ में वन के. पेड़ तुम पेड़ नहीं तुम दर्जी. ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് വായിച്ച് ആശയം പറയാം. പേട് തും പേട് നഹീം തും ദർജി. വാക്കുകളുടെ അർത്ഥങ്ങള് പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. ദർജി എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരൻ എന്നാണ്. ഹോംസല നീട്, കൂട്. ധൂപ് സൂരജിക്ക്, കിരണോങ്ക വിസ്താർ, വെയിൽ എന്ന് പറയാം. ബിഖർ ഗയി ചിതറി, കതരന് കഷണങ്ങൾ, തരാശ് രൂപപ്പെടുത്തൽ, ജോടാദിയ തരാശ്, കാട്കർ ജോടാദിയ മുറിച്ച് കൂട്ടിച്ചേർത്തു, മഹക്ക് സുഗന്ധം, പശ്മീനെ മൃദുവായ കമ്പിളി വസ്ത്രങ്ങൾ. ഇത്രയാണ് വാക്കുകളുടെ അർത്ഥം. ഇനി കവിതയിലേക്ക് വന്നാല് പേട് തും പേട് നഹീം തും ദർജി. കവി മരത്തിനോട്
സംബോധന ചെയ്ത് കുറെ കാര്യങ്ങൾ പറയാണ്. ഇവിടെ മരത്തിനെ സംബോധന ചെയ്ത് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളായ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൃക്ഷങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കവി അത് വൃക്ഷങ്ങൾ നമുക്ക് നൽകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കാവ്യാത്മകമായിട്ട് വിവരിച്ചു തരികയാണ്. ഇവിടെ കവി തയ്യൽക്കാരൻ എന്നാണ് വൃക്ഷത്തെ വിളിക്കുന്നത്. കവി പറയാണ്, തയ്യൽക്കാരൻ വിവിധ കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത് കുപ്പായം ഉണ്ടാക്കുന്നത് പോലെ മരം പ്രകൃതിയിലെ പല തത്വങ്ങൾക്കും ഷെയ്പ്പ് നൽകുന്നു, അല്ലെ അവയെ കൂട്ടിച്ചേർത്ത് രൂപം നൽകുന്നു. നമുക്കറിയാം, പ്രകൃതിയുടെ തത്വങ്ങൾ എന്ന് പറയുന്നത് ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. ഇതാണ് പ്രകൃതിയുടെ തത്വങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്, അല്ലെ? ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന ആരാണ്? ആ മരങ്ങളാണ് ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. കവി പറയുന്നു, മരങ്ങൾ ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചാണ് ഈ പ്രകൃതിയെ നിലനിർത്തുന്നതെന്ന്. നമുക്ക് ആശയത്തിലേക്ക് വരാം. പേടുത്തും പേടിനഹിയും തും ദർജി. കവി പറയുന്നു, മരമേ, നീ വെറും മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ ഖോംസലെ. അതിന് ഉദാഹരണമായിട്ട് പറയാണ്, തുമ്നെ കിത്തനെ സിലെ ഖോംസലെ. നീ എത്ര പക്ഷിക്കൂടുകൾ നെയ്തിട്ടുണ്ട്? പേടിനെ കിത്തനെ ഖോംസലെ സിയേഹെ. എത്ര പക്ഷിക്കൂടുകൾ നീ നെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്താണ്? പക്ഷിയോ കേലിയെ ഘർ കഹാം ഹേ, ഘർ പേട് പർ ഹേ. പക്ഷികളുടെ വീട് എന്ന് പറയുന്നത് എവിടെയാണ്? അവരുടെ വീട് മരങ്ങളിലാണ്, അല്ലെ? പക്ഷി കൂട് കിട്ടുന്നത് മരങ്ങളിലാണ്. ജൈസാ एक दर्जी कपड़ा सिलाकर कोट बनाता है, उसी प्रकार പേടിനെ ഖോംസലെ സിൽത്താ ഹേ. അതായത് നീ എത്രയോ കൂടുതൽ തുന്നിച്ചേർത്തു എന്ന് പറഞ്ഞാൽ, ഒരു തയ്യൽക്കാരൻ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് കോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നീ അനേകം കൂടുകൾ അല്ലെങ്കിൽ അനേകം സാധനങ്ങൾ കൂട്ടിച്ചേർത്താണ് പക്ഷികൾക്കുള്ള കൂട് ഉണ്ടാക്കുന്നത്. അതായത് നീ എത്രയോ പക്ഷികൾക്ക് കൂടുണ്ടാക്കി അഭയം നൽകിയിരിക്കുന്നു. കിത്തനീസിലി ഹവായേം. ഇതെല്ലാം കാവ്യാത്മക ശൈലിയാണ് കേട്ടോ, മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പ്രതീകാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കിത്തനീ സിലി ഹവായേം. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റുകൾ എന്നാണ്. നീ എത്ര കാറ്റുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. എന്താണ് കാറ്റുകളെ തുന്നിച്ചേർക്കുക എന്ന് പറഞ്ഞാല്? ഹവാക്കെ ബഹാവ് യാ ഹവാമേം പത്തോങ്കെ ഹിൽനേക്ക സൂചിത് കർത്താഹെ. ഇത് ഒന്നുകിൽ കാറ്റിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ കാറ്റത്ത് ഇലകൾ ആടി ഉലയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. മൗസം ബദലിനേക്കോ സൂചിത് കർത്താഹെ കഭി കഭി. നമുക്കറിയാം, കാലാവസ്ഥ മാറുന്നത് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? കൂടുതലും കാലാവസ്ഥ മാറുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് മരങ്ങളെ നോക്കിയാണ്, അല്ലെ? ആ മരങ്ങൾക്ക് ഓരോ കാലാവസ്ഥയിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. വേനൽക്കാലത്ത് ഇല പൊഴിഞ്ഞു നിൽക്കും, അതുപോലെ വേനൽക്കാലത്ത് ഇലകൾ ഒന്നും ഇല്ലാതെ നിൽക്കും. മഞ്ഞുകാലത്ത് ഇലകൾ മഞ്ഞ നിറത്തിലായി പൊഴിയാൻ തുടങ്ങും. മഴക്കാലത്താണെങ്കിൽ നിറയെ ഇലകളായിട്ട് നിൽക്കും, അല്ലെ? അപ്പൊ ഓരോ അവസരത്തിലും മരങ്ങളെ നോക്കിയാണ് നമ്മൾ ഓരോ കാലാവസ്ഥകളുടെ ചേഞ്ച് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പൊ ഇവിടെ തുമ്നെ കിത്തനെ സിലെ ഖോംസലെ കിത്തനി സിലി ഹവായെ. നീ എത്ര കാറ്റുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയെത്ര കാലാവസ്ഥകൾ മാറി മാറി നീ മൂലം പ്രകൃതിയിൽ ഉണ്ടാകുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ധൂപ് സിലി തോ ബിഖർ ഗയി കതരനെ ഛായയെ. ഇനി കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ടുള്ള ഒരു വരിയാണിത്. ധൂപ് സിലി തോ ബിഖർ ഗയി. നീ സൂര്യനിൽ നിന്ന് വെയിൽ വരുമ്പോൾ ആ വെയിലിനെ തുന്നിച്ചേർക്കാനായിട്ട് നോക്കുന്നില്ലേ? അതായത് സൂര്യന്റെ വെയിലുകൾ നേരെ ഭൂമിയിലേക്കാണ് പതിക്കുന്നത്, അല്ലേ? പക്ഷെ മരങ്ങൾ ഉണ്ടെങ്കിൽ മരങ്ങൾ അതിനെ തടയുന്നു, നേരെ ഭൂമിയിലേക്ക് പതിക്കാതെ തടയുന്നു. അപ്പൊ കാവ്യാത്മകമായിട്ട് പറയാണ്, ഈ മരങ്ങൾ എന്താണ് ചെയ്യുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തെ മരങ്ങള് തുന്നാൻ നോക്കുകയാണ്. അങ്ങനെ തുന്നാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ബിഖർ ഗയി. അത് മുഴുവൻ ചിതറിപ്പോയി. മുഴുവനായിട്ടും തുന്നാനായിട്ട് നിനക്ക് പറ്റിയില്ല. കുറച്ചൊക്കെ അത് താഴേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയിട്ട് അതിന് എന്ത് സംഭവിച്ചു? കതരനെ ഛായയും. കതരൻ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്നാണ്, പീസസ് എന്നാണ്. നിഴലുകളുടെ കഷ്ണങ്ങൾ പോലെ അത് കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു നല്ല വെയിലുള്ള സമയത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, വെയില് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ
ആ ഇലകൾക്കിടയിലൂടെ അത് അരിച്ചിറങ്ങി താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിഴലിന്റെ കഷ്ണങ്ങളായിട്ടാണ് ആ വെയിലിനെ കാണുന്നത്. നല്ല വെയിലുള്ളപ്പോൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതിനെ കവി വളരെ കാവ്യാത്മകമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സൂര്യപ്രകാശം വരുമ്പോൾ അത് നിന്നിലൂടെ അരിച്ചിറങ്ങി ചിതറുന്നെന്നാണ് പറയുന്നത്. ജബ് ധൂപ് സിലി ജബ് ധൂപ് ആത്തി ഹേ തോ വഹു ബിഖർ ജാത്തി ഹേ. വെയിൽ വരുമ്പോൾ അത് ചിന്നിച്ചിതറുന്നു. എങ്ങനെയാണ് ചിന്നിച്ചിതറുന്നത്? കതരന് ഛായയും, സൂര്യപ്രകാശത്തിന്റെ കഷ്ണങ്ങൾ പോലെ നിഴലുകള് രൂപപ്പെടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേടുത്തും പേടിനഹിയും തും ദർജി. വീണ്ടും കവി പറയാണ് പേടുത്തും പേടിനഹിയും തും ദർജി. ഇത് ആവർത്തിച്ച് പറയാണ്. ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണ്? മരങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പ്രകൃതിയിൽ മരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു തയ്യൽക്കാരൻ ഇല്ലെങ്കിൽ നമുക്കറിയാം വസ്ത്രങ്ങൾ തുന്നുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? വസ്ത്രങ്ങളില്ലാതെ ഭൂമിയിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ അല്ലെ? അപ്പൊ തയ്യൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു റോളാണ് പ്രകൃതിയിലെ മരങ്ങൾക്ക് ഉള്ളത്. പ്രകൃതിയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് മരങ്ങൾ. പ്രകൃതിയിലെ വിവിധ കാര്യങ്ങളെ യോജിപ്പിച്ച് തുന്നിച്ചേർത്ത് നിർത്തുന്നത് മരങ്ങളാണെന്നാണ് കവി പറയുന്നത്. ക്വസ്റ്റ്യൻ പിന്നീട് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം. എങ്കിലും വായിച്ച് ആശയം പറയാം. ധൂപ് സിലി തോ ബിഖർ ഗയി കതരന് ഛായയെ ഇസ്സേ ക്യാ ദൃശ്യ ഉഫർ ആത്താ ഹേ. ഈ ഒരു വരി, അതായത് വെയില് നീ തുന്നാൻ നോക്കിയപ്പോൾ അത് ചിതറിപ്പോയി. എങ്ങനെയാണ് ചിതറിപ്പോയത്? നിഴലുകളുടെ പല കഷ്ണങ്ങളായി ചിതറിപ്പോയി. ഇസ്സേ ക്യാ ദൃശ്യ ഉഫർ ആത്താ ഹേ. ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ദൃശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നീട് ഞാനത് അടുത്ത സ്ലൈഡായിട്ട് തരാം. ബാക്കി മിട്ടി സിൽക്കർ രംഗ് ബനായെ പാനി സിൽ ആകാശ്, മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയ തരാജ്. ബാക്കി എന്താണ് പറയുന്നത്? മിട്ടി സിൽക്കർ രംഗ് ബനായെ, നീ മണ്ണിനെ തുന്നിച്ചേർത്ത് വിവിധ നിറങ്ങൾ ഉണ്ടാക്കി. എന്താണ് ചെയ്യുന്നത്? തുമ്നെ മിട്ടി സിൽക്കർ അലഗ് അലഗ് രംഗ് ബനായെ ഹേ. ജൈസെ ഏക് കുമാർ मिट्टी से रंगीन चीजों को बनाता है, उसी प्रकार प्रकृति ने मिट्टी से विभिन्न रंगों की वस्तुएं बनाई है. ഒരു കുശവൻ മണ്ണിൽ നിന്ന് വിവിധ നിറങ്ങളിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പോലെ മരം എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയിൽ നിന്ന് വിവിധ നിറങ്ങളിലുള്ള വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നു. മണ്ണ് തുന്നിച്ചേർത്ത് നീ പല നിറങ്ങൾ ഉണ്ടാക്കി. ഒരു കുശവൻ മണ്ണുകൊണ്ട് നിറമുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പോലെ മരവും വിവിധ നിറങ്ങളിലുള്ള വസ്തുക്കൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നു. ഇതാണ് കവി അർത്ഥമാക്കുന്നത്. പാനീസിൽ ആകാശ്. അടുത്ത വരി എന്താണ്? നീ വെള്ളത്തിനെ തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. തുമ്നെ പാനിക്കോ ആകാശ് കെ സാത്ത് സിലാ ഹേ, യാനി പാനി അവർ ആകാശ് കോ ഇസ് തരഹ് ജോഡാ ഹേ ജൈസെ वे एक दूसरे के पूरक हो, जैसे बादल पानी से बनते हैं और आकाश में छाते हैं. അതായത് നീ വെള്ളത്തെ ആകാശവുമായി തുന്നിച്ചേർത്തു. അതായത് വെള്ളത്തെയും ആകാശത്തെയും പരസ്പരം പൂരകങ്ങളാക്കി ബന്ധിച്ചു. മേഘങ്ങൾ വെള്ളത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അല്ലെ? എന്നിട്ട് അത് ആകാശത്ത് വ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മഴ പെയ്യുന്നു, അത് മേഘങ്ങളിൽ നിന്നാണ് മഴ പെയ്യുന്നത് അല്ലെ? അപ്പൊ അത് വെള്ളമാണ്. ആ വെള്ളത്തെ മരം എന്താണ് ചെയ്യുന്നത്? മരം അതിന്റെ ഇലകളിലേക്ക് ഒക്കെ വലിച്ചെടുക്കുകയാണ് അല്ലെ? അത് ഉപയോഗിക്കുന്നു, പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചിട്ട് ആ മരം എന്താണ് ചെയ്യുന്നത്? മേഘത്തിലേക്ക്, ആകാശം മുട്ടെ വളരുകയാണ് അല്ലെ? അപ്പം വേരുകൾ വഴി വെള്ളത്തെ, ഭൂമിയിലുള്ള വെള്ളത്തെ, മേഘങ്ങൾ പെയ്തു കൊടുക്കുന്ന ഭൂമിയിലുള്ള വെള്ളത്തെ മരം എന്ത് ചെയ്യുന്നു? അതിന്റെ വേരുകൾ വഴി വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മരം എങ്ങോട്ടേക്കാണ് എത്താനായിട്ട് നോക്കുന്നത്? ആകാശത്തിലേക്ക്, ബാദൽ തക് അല്ലെ? ആകാശം വരെ വളരാനായിട്ട് ഉയരങ്ങളിലേക്ക് ഉയർന്നു ചെല്ലുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും താഴെ ഉള്ള ഭാഗത്തെയും ആകാശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മരങ്ങളാണ്. മണ്ണിനെയും ആകാശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മരങ്ങളാണ്. മണ്ണിൽ നിന്ന് അതിന്റെ വേരുകൾ വഴി വെള്ളം വലിച്ചെടുക്കുന്നു. ആ വെള്ളം കൊണ്ട് വളർന്ന് വെള്ളം പൊഴിക്കുന്ന മേഘം വരെ അത് എത്തിച്ചേരുന്നു. ഇതാണ് അർത്ഥമാക്കുന്നത്. മിട്ടി രംഗ് ഹവാ പാനിക്കോ ജോഡാ ദിയ തരാജ്. എന്താണ് ചെയ്യുന്നത്? മിട്ടി രംഗ് ഹവാ പാനിക്കോ ജോഡാ ദിയ തരാജ്. എന്തെല്ലാം കാര്യങ്ങളെയാണ് ഒന്നിച്ചു ചേർക്കുന്നത്? മിട്ടി രംഗ് ഹവാ പാനി, മണ്ണിനെയും നിറങ്ങളെയും വായുവിനെയും വെള്ളത്തെയും എങ്ങനെയാണ്? ജോഡാ ദിയ തരാജ്. ജോഡാ ദിയ തരാജ്
എന്താണ് തരാസ് എന്ന് പറഞ്ഞാല്? നമ്മളെ പുസ്തകത്തിൽ കണ്ടായിരുന്നല്ലേ തരാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? കാട്കർ ജോഡിയ എന്നാണ്. അതായത് അതിനെ ഓരോന്നിനെ കൃത്യമായ അനുപാതത്തിൽ മുറിച്ചു ചേർത്ത് ഇവയെല്ലാം കൂടെ യോജിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം തുടങ്ങിയ ഘടകങ്ങളെ മരം എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു. എങ്ങനെയാണ് അവ ഒരുമിപ്പിച്ചിരിക്കുന്നത്? ഒരു തയ്യൽക്കാരൻ വ്യത്യസ്ത തുണികളും നൂലും ഉപയോഗിച്ച് ഒരു രൂപം നിർമ്മിക്കുന്നത് പോലെ മരങ്ങൾ ഇവയെല്ലാം ചേർത്ത് വിവിധ കാര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വലത്തെ സൈഡ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാസ് ഇസ്കാ താൽപര്യ ക്യാ ഹേ? ഈ വരിയുടെ ആശയം എന്താണ്? മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാസ് എന്ന് പറഞ്ഞാൽ മണ്ണ്, നിറങ്ങൾ, വായു, വെള്ളം ഇവയെ മുറിച്ച് ആവശ്യത്തിന് അനുപാതത്തിൽ മുറിച്ചു ചേർത്ത് ഒന്നിച്ചു ചേർത്ത് നീ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആശയം എന്താണ്? പേടുത്തും പേടിനഹിയും തും ദർജി. മരമേ, നീ വെറും ഒരു മരമല്ല, നീ പ്രകൃതിയിലെ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ കിനാരെ കിത്തനി സിലി സെമീനെ രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലെ പസ്മീനെ. നീ അടുത്ത് പറയുന്ന എന്താണ്? തുമ്നെ കിത്തനെ സിലെ കിനാരെ, നീ എത്ര അരികുകളെ തുന്നിച്ചേർത്തു? തുമ്നെ അൻകിനത് കിനാരെ സിയേഹെ, നീ ഒത്തിരി എണ്ണമറ്റ അരികുകളെ ചേർത്തിട്ടുണ്ട്. ഏഹ് പത്തോങ്കെ കിനാരെ തഹനിയോങ്കോ ജോഡിനെയ വിഭിന്ന ഭൂഭാഗോങ്കോ ബാന്ധേ രഹ്നേക്കാ സന്ദർഭ ഹോ സക്താ ഹെ എന്ന് പറഞ്ഞ എന്താണ്? നീ ഒത്തിരി എണ്ണമറ്റ അതിരുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഈ അതിരുകൾ എന്ന് പറയുന്നത് മരങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം ഒത്തിരി ഇലകളുണ്ട് അല്ലെ? ഓരോ ഇലയ്ക്കും അതിരുണ്ട്. അതുപോലെ ഒത്തിരി ശിഖരങ്ങളുണ്ട്. ഈ ഓരോ ശിഖരങ്ങൾക്കും അതിരുകളുണ്ട്. ഒരുപക്ഷെ കവി ഉദ്ദേശിക്കുന്നത് ഈ ഓരോ ഇലകളുടെയും ഓരോ ശിഖരങ്ങളുടെയും അതിരുകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മരത്തിൽ തന്നെ എത്ര ഇലകളുണ്ട്, അതിന്റെ ഓരോന്നിന്റെ അരികുകളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതാണ് കവി പറയുന്നത്. തുമ്നെ കിത്തനെ സിലെ കിനാരെ, നീ എത്രയോ അതിരുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് വേറൊരു അർത്ഥത്തിൽ എടുക്കാം. പല ഭൂപ്രദേശങ്ങളെ തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഭൂമിയുടെ അതിരുകളൊക്കെ തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണല്ലോ അല്ലെ? രണ്ട് അയൽക്കാർ തമ്മിലുള്ള സ്ഥലത്തിന്റെ അതിരുകൾ മിക്കവാറും തിരിക്കുന്നത് എങ്ങനെയാണ്? ചെമ്പരത്തി വെച്ചാണ് അല്ലെ? ചെമ്പരത്തി ഒരു മരമല്ലേ? അപ്പോ രണ്ട് ഭൂഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ തിരിക്കുന്നതിന് നമ്മൾ മരത്തിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം കവി പറയാണ്, മരമേ, നീ എത്രയോ ഭൂപ്രദേശങ്ങളെ വേർതിരിച്ചിരിക്കുന്നു, എത്രയോ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു, അതായത് പരസ്പരം ചേർക്കുന്നു. മനുഷ്യരുടെ മനസ്സിലാണ് ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം അല്ലെ? പക്ഷെ മരം എന്താണ് ചെയ്യുന്നത്? ആ രണ്ട് പ്രദേശങ്ങളെയും തമ്മിൽ മരം കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, നീ എത്രയോ അതിരുകളെ ബന്ധിപ്പിക്കുന്നു, അതായത് ഇവിടെ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലും എടുക്കാം. എങ്ങനെ ആണെങ്കിലും ഒന്നുകിൽ ഇലകളുടെ അതിരാണെങ്കിൽ, അല്ലെങ്കിൽ കൊമ്പുകളുടെ അതിരാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളുടെ അതിരാണെങ്കിൽ, ഏതാണെങ്കിലും മരം എന്താണ് ചെയ്യുന്നത്? ഒത്തിരി അതിരുകളെ കൂട്ടി യോജിപ്പിക്കുന്നു. ഒത്തിരി അതിരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി അതിരുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത്, തുമ്നെ ബഹുത്തുസി സെമീനോങ്കോ സിലാഹെ, നീ ഒത്തിരി മണ്ണുകളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്താണ് മണ്ണുകൾ? സെമീനോങ്കോ സില, സെമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, മണ്ണെന്നാണ്. നീ ഒത്തിരി ഭൂമികളെ തുന്നിച്ചേർത്തിരിക്കുന്നു. നമുക്ക് അത് പല അർത്ഥത്തിൽ എടുക്കാം. ഒന്നാമത്തേത്, നീ ഭൂമിയെ തുന്നി ചേർത്തിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ജैसे एक पेड़ अपनी जड़ से जमीन को थामे रखता है, നമ്മൾ കാണുന്നതാണ് അല്ലെ? ഒരു മരം അതിന്റെ വേര് കൊണ്ട് മണ്ണിനെ താങ്ങി നിർത്തുന്നു. അവിടെ നമുക്ക് മണ്ണിനെ തയ്ച്ചു ചേർക്കുന്ന എന്നുള്ളത് ആ അർത്ഥത്തിൽ വേണം എടുക്കാം. ഒരു മരം അതിന്റെ വേരുകൾ കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. മരം വെട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരം വെട്ടുമ്പോൾ ആ വേരുകൾ ഇല്ലെന്നാകുന്നു. അപ്പം മണ്ണിനുള്ള ഉറപ്പില്ലെന്നാകുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു. നമ്മൾ സ്ഥിരം ചെറു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ? മണ്ണൊലിപ്പ് തടയാനായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? മരങ്ങളുടെ വേരുകളാണ് മണ്ണുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്, ഒലിച്ചു പോകാതെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് തുമ്നെ കിത്തിനി സെമീനോങ്കോ സിലാഹെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നീ ധാരാളം ഭൂമികൾ കൂട്ടിച്ചേർത്ത്. ഇവിടെ നമുക്ക് വേറൊരു അർത്ഥത്തിലും കൂടെ എടുക്കാം. നമ്മൾ നമ്മുടെ മൊത്തം പ്രപഞ്ചത്തെ ഒന്ന് എടുക്കുവാണെങ്കിൽ നോക്കിയേ, ഭൂമിയെ ഒന്ന് എടുക്കുവാണെങ്കിൽ നോക്കിയേ, എത്ര ഭൂഖണ്ഡങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഇഷ്ടംപോലെ ഭൂഖണ്ഡങ്ങളുണ്ട്. ആ ഭൂഖണ്ഡങ്ങൾ ഓരോന്നും വേറെ വേറെ ആണല്ലോ. നമ്മൾ ഓരോന്നിനും പ്രത്യേകം പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഭൂഖണ്ഡങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവയ്ക്കിടയിലെല്ലാം മൊത്തം വെള്ളമാണ് അല്ലെ? അപ്പോൾ ആ ഭൂഖണ്ഡങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് ഇവയിലുള്ള മരങ്ങൾ അല്ലെ, ആ പ്രത്യേക സ്ഥലത്തെ മണ്ണും മരങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ആ പ്രദേശത്തെയാണ് നമ്മൾ അല്ലെ, ആ പ്രകൃതിയെ ചേർത്താണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്.
അപ്പം മരങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരർത്ഥത്തിലും വേണമെങ്കിൽ ഇതിനെ എടുക്കാം. നീ ധാരാളം ഭൂമികൾ തുന്നിച്ചേർത്തു എന്ന് പറഞ്ഞാൽ ധാരാളം ഭൂഖണ്ഡങ്ങളെ തുന്നിച്ചേർത്തിരിക്കുന്നു, ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ഒരു മരം അതിന്റെ വേരുകൾ കൊണ്ട് മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ തുമ്നെ ബഹുത്തുസി സെമീനോഗോ സിലാഹെ, ഒത്തിരി പേടുകൾ ഈ ഭൂമിയിലുണ്ട് അല്ലെ. ആ ഓരോ മരവും, ഒരു മരം അതിന്റെ ചുവട്ടിലെ വേരുകൊണ്ട് മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പോലെ ഓരോ മരങ്ങളും അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കിത്തിനി സിലി സെമീൻ, അത് നമ്മളിപ്പോ പറഞ്ഞു. രംഗ് മഹക്കി ഹുയി സിലായി, രംഗ് മഹക്കി ഹുയി സിലായി, നീ നിറങ്ങളെയും സുഗന്ധത്തെയും ഒന്നിച്ച് തയ്ച്ചു ചേർക്കുന്നു. എങ്ങനെയാണ് നിറങ്ങളെയും സുഗന്ധത്തെയും ഒന്നിച്ച് തയ്ച്ചു ചേർക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? തുമാരി സിലായിമേം രംഗ് അവർ സുഗന്ധം ദോനോം ഹോത്തി ഹേ. ഉദാഹരണമായിട്ട് നമ്മളൊരു പൂവിന്റെ കാര്യം എടുക്കുക അല്ലെ. അതിന് നല്ല ഒരു പൂവാണെങ്കിൽ അതിന് നല്ല നിറങ്ങളും ഉണ്ട്, അതിന് മണവും ഉണ്ട്. ആ പൂവിന്റെ അകത്ത് പ്രകൃതി എന്താ ചെയ്തിരിക്കുന്നത്? നിറത്തെയും മണത്തെയും ഒന്നിച്ച് തുന്നിച്ചേർത്തിരിക്കുന്നു അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫൂലോമേം രംഗ് और खुशबू दोनों होते हैं, उसी प्रकार प्रकृति की सिलाई में, पेड़ की सिलाई में रंग और सुगंध दोनों होती है. മരത്തിന്റെ തയ്യലിൽ നിറങ്ങളും സുഗന്ധവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ, ഇനി നീ പൂക്കളെ തുന്നിച്ചേർത്തിരിക്കുന്നു. പൂക്കളെ എങ്ങനെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്? പ്രകൃതിയിൽ പൂക്കൾ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളതാണ് പൂക്കൾ അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അവയുടെ നിറം, സുഗന്ധം, എല്ലാത്തിനും ഉപരിയായിട്ട് അവയുടെ മൃദുത്വം അല്ലെ. റോസാപ്പൂവൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലെ. നമ്മളെ നിറം, മണം, അതിനോടൊപ്പം തന്നെ അതിന്റെ മൃദുത്വവും നമ്മളെ ആകർഷിക്കുന്നുണ്ട്. തുമ്നെ ഫൂലോങ്കോ പശ്മീൻ, തുമ്നെ ഫൂൽസിലെ പശ്മീനെ, പശ്മീന എന്ന് പറഞ്ഞാല് ഒരുതരം കമ്പിളി വസ്ത്രമാണ് കേട്ടോ. കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഷാളാണ്. വളരെ മിനുസമാണ് അതിന്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കമ്പിളി വസ്ത്രമാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഷാളുകൾക്കാണ് പശ്മീന എന്ന് പറയുന്നത്. അപ്പൊ നീ പൂക്കളെ എങ്ങനെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്? പശ്മീനായെ പോലെ തുന്നിച്ചേർത്തിരിക്കുന്നു. ഏറ്റവും മൃദുവായ കമ്പിളി വസ്ത്രം പോലെ. നമ്മളൊക്കെ കമ്പിളി കൊണ്ടുള്ള ഷാൾ ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും മൃദുവായിട്ടുള്ളത് അല്ലെ. അപ്പൊ അത്രയും മൃദുവായ ഒരു ഷാൾ പോലെയാണ് പൂക്കളെ നീ തുന്നിച്ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യാം ഫൂലോങ്കി കോമളത ഓർ സുന്ദരതാക്കോ ദർശാത്താഹെ. ഇവിടെ പൂക്കളുടെ ആ സൗന്ദര്യത്തെയാണ് അല്ലെങ്കിൽ മൃദുത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പേടുത്തും പേടിനഹീൻ തും ദർജി, മരമേ നീ മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. ആമ്മേം ആം കെ സ്വാദ് സിലേഹെ, അതിന് തയ്യൽക്കാരനാണെന്നുള്ളതിന് കൂടുതൽ ഉദാഹരണം പിന്നെ കവി പറയുകയാണ്. എന്തൊക്കെയാണ്? ആമ്മേം ആം കെ സ്വാദ് സിലേഹെ, നീ മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് നിറച്ചിരിക്കുന്നു. ജാമൂൻമേൻ ജാമൂൻ കെ, ജാമൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴമാണ് കേട്ടോ. അപ്പൊ ഞാവൽപ്പഴത്തിന്റെ രുചി നിറച്ചിരിക്കുന്നു. മാങ്ങായ്ക്ക് മാങ്ങയുടെ രുചി കൊടുത്തിരിക്കുന്നു. ബാഗ് ബാഗ് കെ സ്വാദ് സിലേഹെ, നിരവധി തോട്ടങ്ങൾക്ക് ആ തോട്ടങ്ങളുടെ രുചി കൊടുത്തിരിക്കുന്നു. ഉദാഹരണത്തിന് നാരകത്തിന്റെ ഒരു തോട്ടമാണെങ്കിൽ അതിന് നാരകത്തിന്റെ രുചിയാണ് അല്ലെ. നെല്ലിയുടെ തോട്ടമാണെങ്കിൽ നെല്ലിയുടെ രുചി, മാവിന്റെ തോട്ടമാണെങ്കിൽ മാവിന്റെ രുചി, തെങ്ങിൻ തോട്ടമാണെങ്കിൽ തേങ്ങയുടെ രുചി എന്ന് പറഞ്ഞാൽ ഓരോ തോട്ടങ്ങളിലും അതാതിന്റെ സ്വാദാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പൂന്തോട്ടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അല്ലെ. ഓരോ പൂക്കളുടെയും തോട്ടങ്ങൾക്ക് അതാത് പൂക്കളുടെ രുചിയാണ് കൊടുത്തിരിക്കുന്നത്. വൻകെ പേടുമേ മൻകെ, നീ വനത്തിലെ മരങ്ങൾക്കോ വനത്തിന്റെ തനതായ രുചി നീ കൊടുത്തിരിക്കുന്നു അല്ലെ. ഉദാഹരണത്തിന് നമുക്കറിയാം, നാട്ടിലുള്ള പഴങ്ങൾ പോലെയല്ല കാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന തേന അല്ലെങ്കിൽ പഴങ്ങളൊക്കെ അല്ലെ. അതിന് പ്രത്യേക രുചി കൂടുതലാണ്. നാട്ടിലെ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ രുചിയുണ്ട് കാട്ടിലെ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തേനിന് അല്ലെങ്കിൽ അതുപോലെയുള്ള പഴങ്ങൾക്കൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. വൻകെ പേടുമേ മൻകെ, വനത്തിലെ മരങ്ങളിൽ വനത്തിന്റെ രുചിയാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. തുമ്നെ ആമേൻ ആം കാ സ്വാദ് സിലാഹെ, जामुन में जामुन का स्वाद सिला है, बाग में बाग का स्वाद और वन के पेड़ में वन का अपना स्वाद सिला है. यानी हर फल और स्थान का अपना विशिष्ट स्वाद तुम्हारी ही देन है. എന്ന് പറഞ്ഞാൽ നീ മാങ്ങായിൽ മാമ്പഴത്തിന്റെ രുചി തുന്നിച്ചേർത്തു, നീ ഞാവൽപ്പഴത്തിൽ അതിന്റെ രുചി തുന്നിച്ചേർത്തു, ഒരു പൂന്തോട്ടത്തിൽ അതിന്റെ രുചി തുന്നിച്ചേർത്തിരിക്കുന്നു. കാട്ടിലെ എല്ലാ മരങ്ങളിലും കാടിന്റെ തനത് രുചി നീ തുന്നിച്ചേർത്തിട്ടുണ്ട്. അതായത് ഓരോ പഴത്തിന്റെയും ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ രുചികൾ അത് ആരുടെ സംഭാവനയാണ്?
അത് മരത്തിന്റെ സംഭാവനയാണെന്നാണ് കവി മരത്തിനോട് പറയുന്നത്. പേടുത്തും പേടിനഹിയും തും ദർജി. അവസാനം ഒന്നുകൂടെ കവി ഊട്ടിയർപ്പിച്ച് പറയാണ്, മരമേ നീ വെറും മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. കവി പേടുക്കോ എക് മഹാൻ ദർജി കഹത്താഹെ, ഒരു മഹാനായ തയ്യൽക്കാരൻ എന്നാണ് കവി ഇവിടെ മരത്തെ വിളിക്കുന്നത്. जो अपने कार्यों से धरती को रंगीन, सुगंधित, स्वादिष्ट और जीवंत बनाते हैं. क्यों कवि ऐसा पूछता है? എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത്? अपने कार्यों से धरती को रंगीन, सुगंधित और स्वादिष्ट और जीवंत बनाते हैं. മരങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഭൂമിയെ നല്ല നിറമുള്ളതാക്കുന്നു, സുഗന്ധമുള്ളതാക്കുന്നു, സ്വാദുള്ളതാക്കുന്നു, അതുപോലെ ജീവസുറ്റതാക്കുന്നു. അവർ ജീവോങ്കോ ആശ്രയ പ്രദാൻ കർത്താഹെ. മരങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയം നൽകുന്നു. കവിത പേടോങ്കെ മഹത്വ അവർ പ്രകൃതിക്ക് അദ്വൈത രചനാത്മക ശക്തി പ്രകാശ് ഡാൽത്താഹെ. ഈ കവിത എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കവിത സൂചിപ്പിക്കുന്നത് മരങ്ങളുടെ മഹത്വം, അതുപോലെ തന്നെ പ്രകൃതിയുടെ രചനാത്മക ശക്തി. അദ്വൈത രചനാത്മക ശക്തി എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും ഇല്ലാത്ത, എങ്ങും ഇല്ലാത്ത, ആർക്കും ഇല്ലാത്ത അദ്വൈതമായ സൃഷ്ടിപരമായ ശക്തി പ്രകൃതിയിൽ മരങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഓർക്കുക. താങ്ക് യു ഓൾ.